പച്ചക്കായ ഇതുപോലെ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രം കാലിയാകുന്ന വഴിയറിയില്ല. നമ്മൾ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കട്ടെ, അടിപൊളി ടേസ്റ്റാണ്. വീട്ടിൽ പച്ചക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പച്ചക്കായ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കനത്തിൽ വേണം ഈ ഒരു പച്ചക്കായ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ പിന്നീടാണ് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ഒരു പച്ചക്കായ ഫുള്ളായിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഞാനിത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കത് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ, ഒരുപാട് ക്രിസ്പി ആയിട്ട് വേണ്ട. ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ വലിയ ജീരകവും അതുപോലെ തന്നെ ചെറിയ ജീരകം കൂടി രണ്ടും സമമായിട്ട് എടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ എടുക്കുക, രണ്ടും 1/4 ടീസ്പൂൺ അളവിൽ മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളിതിലേക്ക് വലിയുള്ളി ചേർത്തെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ഒന്നുകിൽ ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കില്ല, അതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയാണ്, അതും ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒരുപാട് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കാം, ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പൊടികളുടെ പച്ചമണക്കം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലെ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഇതിൻ്റെ ആ ഒരു മസാലക്കൊപ്പം വരുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കട്ടോ. എല്ലായിടത്തേക്കും ഉപ്പ് എത്തുന്ന രീതിയിൽ വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ച ആ ഒരു പച്ചക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക. ആ ഒരു മസാല ഫുള്ള് ഈ ഒരു പച്ചക്കായയിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇതുപോലൊന്ന് വറ്റിച്ചെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. അപ്പോൾ അതിൽ എണ്ണയൊക്കെ തെളിയുന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലായിടത്തേക്കും ഈ ഒരു മസാലയൊക്കെ നല്ലോണം, അതായത് ഈ ഒരു പച്ചക്കായയിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കായ കൊണ്ടുള്ള ഈ ഒരു കിഡിലൻ ഐറ്റം അവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കല്ലേ. വീട്ടിൽ പച്ചക്കായ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് മാത്രം മതി. ഇതിൽ ആ ഒരു മസാലയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്